അബേലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ എനിക്കറിയാവുന്ന 3 കുഞ്ഞു ടിപ്പുകൾ പറഞ്ഞു തരാം കേട്ടോ. വ്യാഴാഴ്ച വൈകിട്ട് യൂദാപുരം പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല മഴക്കാറുണ്ട്. കുറേ ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ മഴക്കാർ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. നല്ല മഴക്കാറുണ്ടാവും. ഇപ്പം മഴ പെയ്യുന്നീയായിരിക്കും, പക്ഷെ മഴ പെയ്യാറില്ലായിരുന്നു കേട്ടോ. അങ്കമാലിലൊക്കെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടു. പക്ഷെ ഞങ്ങൾ യൂദാപുരത്ത് വന്നില്ലെന്ന് മഴ ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. ചൂടൊന്നും ഉണ്ടായിരുന്നില്ലേ. അങ്ങനെ ഞങ്ങളത് കുർബാനയും നൊവേനയൊക്കെ കൂടി കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി കേട്ടോ. പിന്നെ രാത്രിയിൽ പള്ളിയിൽ നിന്ന് കഞ്ഞി കുടിച്ചിട്ട് വന്ന കാരണം പിന്നെ രാത്രി പിന്നെ ആരൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ നാളായി ഇടിയപ്പം ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കണേ, അല്ലാണ്ട് ഉണ്ടാക്കണില്ല കേട്ടോ. മിക്കപ്പോഴും ദോശ, ഇഡലി അല്ലെങ്കിൽ അങ്ങനത്തെ പുട്ട്, ഉപ്പുമാവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് ഞാൻ കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി ചേട്ടയ്ക്ക് കൊണ്ട് കൊടുത്തു. പിന്നെ പാല് വരുന്നത് ഞാൻ ചിലപ്പോൾ കാച്ചി വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ പാടയൊക്കെ എടുത്തിട്ട് ഞാൻ നെയ്യ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പാല് മൊത്തം ഒഴിച്ചു, അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞാനിങ്ങനെ പാലൊക്കെ ഇങ്ങനെ ഞാൻ തിളപ്പിച്ച് നെയ്യൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. നെയ്യും പിന്നെന്താ പറയുക വെണ്ണയും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും ഈ പാൽ നല്ല നെയ്യുള്ള പാലാണ്, എന്നാൽ പിന്നെ ഇതിൽ നിന്ന് നെയ്യ് എടുത്താലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ തിളപ്പിച്ച് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ ഞാൻ കല്ലുപ്പാണ് ഇട്ടത്. തൈറോയ്ഡുള്ളവർക്കൊക്കെ ഈ കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് മഡോണയുടെ പൊടി അത് ഞാൻ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഉദ്ദേശക്കണക്കിന് ഒരു മനക്കണക്കിന് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ചൂട് തിളച്ച വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നനയ്ക്കാനായിട്ട്. കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പൂണും കൊണ്ടാണ് കുഴയ്ക്കാറ് കേട്ടോ. കാര്യം ഇടിയപ്പം ഉണ്ടാക്കാൻ വലിയ പാടുള്ള പണിയൊന്നുമില്ല. സംഭവം എളുപ്പമൊക്കെയാണ്, ഉണ്ടാക്കാനും എനിക്കിഷ്ടമൊക്കെയാണ് കേട്ടോ. പിന്നെ മിക്കപ്പോഴും രാവിലെ ഇഡലി, ദോശ, പുട്ട്, ഉപ്പുമാവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. കാരണം ചേട്ടയ്ക്ക് മിക്കപ്പോഴും രാവിലെ ഡ്യൂട്ടിക്ക് 7 മണിക്ക് 8 മണിക്കൊക്കെ പോകണമായിരിക്കും. ആദ്യമൊക്കെ എൻ്റെ അമ്മൂസിന് ഇടിയപ്പം ഒന്നും ഇഷ്ടമേലായിരുന്നു കേട്ടോ. ഇടിയപ്പം ഒന്ന് കേൾക്കണത്തൊക്കെ കലിപ്പായിരുന്നേ. ഇപ്പം ഇടിയപ്പം ഭയങ്കര കാര്യമാണ് കേട്ടോ. ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ് അവർക്കിപ്പോൾ. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെ കറി മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ചേട്ടയെ അവിടെ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലൊക്കെയാണ് കേട്ടോ. അപ്പോഴേക്കത് അപ്പൂസും അമ്മൂസും എണീറ്റ് വന്ന് അവിടെ നിൽപ്പുണ്ടേ. എനിക്കാകെ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള മടിയെന്ന് വെച്ചാൽ ഇതിന് തട്ട് എണ്ണം കുറവാണ്. 4 ഒരെണ്ണത്തിൽ 4 ഒരെണ്ണത്തിൽ 5 അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കേണ്ടി വരും. അതാണ് ഒന്നാമത്തെ ഒരു കാരണം കേട്ടോ. ഇപ്പോൾ ഇഡലി ഉണ്ടാക്കാനാണെങ്കിലും ശരി, ഇടിയപ്പം ഉണ്ടാക്കാനാണെങ്കിലും ശരി, എണ്ണത്തിൽ കുറവായിരിക്കും. അതുകൊണ്ട് ഞാൻ ഉള്ളതിൽ കനപ്പിച്ചങ്ങ് ഇടുന്നുണ്ട് കേട്ടോ. ഒരു 2 എണ്ണത്തിനുള്ള ഇടിയപ്പം ഒരെണ്ണത്തിലാക്കി ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, ഇനിയിപ്പോൾ ഈ 2 തട്ട് ആവി കയറി അത് തണുക്കാൻ വെച്ച് അത് ഇളക്കി മാറ്റിയിട്ട് വേണം അടുത്തത് വയ്ക്കാൻ. അപ്പോഴേക്ക് സമയം ഒത്തിരിയാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഇത്തിരി എണ്ണ തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് പീച്ചിടാമെന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെ അത് സ്റ്റീൽ പ്ലേറ്റിലേക്ക് ആണെങ്കിലും ഞാൻ 2 എണ്ണത്തിനുള്ള കാരണത്തിൽ അതിൽ ഞാൻ പീച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 2 തട്ടും റെഡിയാക്കി വെച്ചു. അപ്പോൾ സ്റ്റീൽ പ്ലേറ്റിൽ ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് അപ്പോസ് അതിൻ്റെ ഇടയ്ക്കോട്ട് കയറി നിൽപ്പുണ്ട്. അവിടെ നിന്നുകൊണ്ട് അവൻ അവൻ്റെതായ കുറുമ്പുകളും കാണിച്ചുകൊണ്ട് നിൽപ്പുണ്ട് കേട്ടോ. മുട്ട പുഴുങ്ങാൻ ഇട്ടപ്പോഴേ ഞാൻ അതിൽ ഉപ്പിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് മുട്ടയുടെ തൊണ്ട് ഇളക്കിയപ്പോൾ അത് വൃത്തിയായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റിയിട്ടോ. തന്നെയല്ല അത് വെള്ളത്തിൽ കിടന്ന് പൊട്ടി പൊളിഞ്ഞ് പോയതുമില്ല കേട്ടോ. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇവിടെ കൂടുതലും ഇഷ്ടം
ഇടിയപ്പവും മുട്ടക്കറിയും കൂടെയാണ് കേട്ടോ. മുട്ടക്കറി എന്നും ഉണ്ടാക്കാറുള്ള രീതിയല്ല ഇത്തവണ ഉണ്ടാക്കിയത് കേട്ടോ. ഇത്തവണ അതിൽ തക്കാളിയൊക്കെ അരച്ച് ചേർത്ത് അങ്ങനെ ഇച്ചിരി വെറൈറ്റിക്ക് ഉണ്ടാക്കിയേക്കണത്. ഇങ്ങനെ തക്കാളിയൊക്കെ അരച്ച് ചേർത്ത മുട്ടക്കറിയാണ് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം കേട്ടോ. അങ്ങനത്തെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. അത്യാവശ്യം എല്ലാ പാട്ടുകളും അപ്പൂസിന് പാടാൻ അറിയാം കേട്ടോ. പള്ളിയിലെ കുർബാന പാട്ടാണേലും സിനിമ പാട്ടാണേലും ഒക്കെ അറിയാം കേട്ടോ. അതൊക്കെ അവൻ അറിയാവുന്ന രീതിയിലൊക്കെ അതിലെ അതേ വാക്കുകൾ കിട്ടിയില്ലെങ്കിലും ആ ട്യൂണൊക്കെ വെച്ചിട്ട് അവൻ കിട്ടിയ വാക്കുകളൊക്കെ വെച്ചിട്ട് പാടാറുണ്ട് കേട്ടോ. അങ്ങനത്തെ നമ്മുടെ ഇടിയപ്പം മുട്ടക്കറി റെഡിയായി. തേങ്ങ ചേർക്കാതെ ഇടിയപ്പം ഉണ്ടാക്കുവാണെങ്കിലേ അത് വളിച്ചു പോകാണ്ട് കുറേ നേരം ഇരിക്കും കേട്ടോ. അപ്പം ഞാൻ എല്ലാ തവണയും തേങ്ങ ഇട്ടുണ്ടാക്കാറേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തേങ്ങ ഇടാണ്ട് ഉണ്ടാക്കിയത് കേട്ടോ. അതുകൊണ്ട് വൈകിട്ട് വരെയായിട്ടും അത് കാരണം ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ വൈകിട്ടായിട്ടും അതൊന്നും വളിച്ചൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് നമുക്ക് അടുത്ത് വീട്ടിൽ നിന്നൊരു മത്തങ്ങ കിട്ടി കേട്ടോ, ചെറിയൊരു മത്തങ്ങ. അപ്പോൾ അതിന് പകുതി ഞാൻ ഓൾറെഡി നേരത്തെ കറി വെച്ചായിരുന്നു. അതിൻ്റെ ബാക്കി പകുതി ഇരുന്നതെടുത്ത് കറി വെച്ചേട്ടോ. പിന്നെ മീൻകറി ഉണ്ടേ. ഈ മത്തങ്ങ കറി മീൻകറിയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.